ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ലോകെ ഞാനോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാനോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. ദൂതസംഘമാകവേ എന്നെതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ നിസ്തുല്യമായ പ്രഭാത വന്ദനം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ വാക്യം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നു സുബോധവുമായിരിക്കുക. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആയതുകൊണ്ട്, നാം ഇരുട്ടിൽ നിന്നും രാത്രിയിൽ നിന്നും മോചനം നേടിയതുകൊണ്ട്, അഥവാ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട്, നിത്യമായ വെളിച്ചത്തിന് വേണ്ടിയും നിത്യമായ സ്വർഗത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മളെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നു. ആകയാൽ നാം ശേഷം ഉള്ളവരെ പോലെ, അഥവാ ഇരുട്ടിലായിരിക്കുന്നവരെ പോലെ, ഇരുട്ടിന്റെ മക്കളെ പോലെ, പാപത്തിന്റെ മക്കളെ പോലെ, രാത്രിയുടെ മക്കളെ പോലെ ആയിരിക്കാൻ പാടില്ല. വെളിച്ചമുള്ളവരും ഇരുട്ടത്തിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വെളിച്ചത്തിലുള്ളവരെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ലോകത്തിന്റെ വെളിച്ചമായ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കോണം നാം വെളിച്ചത്തിന്റെ മക്കളുള്ളവരായിരിക്കണം. ശേഷമുള്ളവരെ പോലെ ജീവിക്കാൻ പാടില്ല. പാപത്തിന്റെ വഴികളിൽ, ഇരുട്ടിന്റെ വഴികളിൽ സഞ്ചരിക്കാനായിട്ട് പാടില്ല. സ്നേഹത്തിന്റെ വഴിയിൽ, സത്യത്തിന്റെ വഴിയിൽ, വെളിച്ചത്തിന്റെ ഫലമായ സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. ആ വെളിച്ചത്തിന്റെ ഫലമുള്ളവരായിരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശേഷമുള്ളവരെ പോലെ അല്ല, വ്യത്യാസം ലോകത്തിന് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടുമുട്ടിയവരും അല്ലാത്തവരും, സുവിശേഷം അനുസരിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് മനസ്സിലാക്കുമ്പോഴാണ് ലോകം ആ വ്യത്യാസം ഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയും. അപ്പോൾ ശേഷമുള്ളവരെ പോലെ ഈർഷ്യയിലും അസൂയയിലും പകയിലും പിണക്കത്തിലും നമ്മുടെ ജീവൻ നയിച്ചാൽ നാം വെളിച്ചത്തിൻ്റെ മക്കളാണെങ്കിലും ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരായി തീരും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ, ശേഷമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വേർപെട്ട വിശുദ്ധ ജീവൻ നയിപ്പാൻ നമുക്ക് കഴിയണം. ഇവിടെ പൗലോസ് അടുത്തായിട്ട് പറയുന്നത് നാം ഉറങ്ങാതെ ഇരിക്കണം, ഉണർന്നിരിക്കണം, സുബോധമായിരിക്കണം. ഉറങ്ങാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായ മയക്കത്തിൽ പെട്ടുപോകാൻ പാടില്ല. ആത്മീയമായിട്ട് ഒന്നും പ്രവർത്തിക്കാതിരിക്കരുത്. സുവിശേഷ സാക്ഷ്യം വഹിക്കാതിരിക്കുന്നെങ്കിൽ നാം ആത്മീയ ഉറക്കത്തിലാണ്. നാം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ നാം ആത്മീയമായ ഉറക്കത്തിലാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നതിനും ആത്മീയ കൂട്ടായ്മകൾക്കും ഉത്സാഹത്തോടെ കടന്നു പോകുന്നില്ലെങ്കിൽ, ആത്മീയ കാര്യങ്ങളോട് നമുക്കൊരു താല്പര്യക്കുറവാണ്, ഒരു ഇഷ്ടമില്ലായ്മയാണ് ഭരിക്കുന്നെങ്കിൽ നാം ഉറങ്ങുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ വിശ്വാസികൾ ഓർപ്പിക്കുന്നു, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക. ഉറങ്ങുന്നവർ മരിച്ചവരെ പോലെയാണ്, ആത്മീയമായിട്ട് മരിച്ചവരെ പോലെയാണ്. അങ്ങനെ ആയിരിക്കാനല്ല നമ്മളെ രക്ഷിച്ചത്. നാം ആത്മീയമായിട്ട് ജീവനുള്ളവരായിരിക്കണം. ജീവനുള്ളവർ പ്രവർത്തിക്കുന്നവരാ, അവർ സംസാരിക്കുന്നവരാ, അവർ സഞ്ചരിക്കുന്നവരാ, അവർ
പല കാര്യങ്ങൾ ചെയ്യുന്നവരാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അടുത്തായിട്ട് പറയുന്നു, ഉണർന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കേണ്ടത്? പത്രോസ് 1:5 പറയുന്നുണ്ടല്ലോ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടതെന്ന് വേണ്ടി തിരിഞ്ഞുറ്റി നടക്കുകയാണ്. ഉണർന്നിരുന്നില്ലെങ്കിൽ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും. ആത്മീയമായിട്ട് ഉണർന്നിരിക്കുക. പിശാചിന്റെ തന്ത്രങ്ങൾ വളരെയാണ്. പിശാച് വളരെ സൂക്ഷ്മതയോടെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത് നടക്കുക. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം. ഉറങ്ങിപ്പോയാൽ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ പിശാചിന്റെ വഴികളിൽ സഞ്ചരിക്കും, പാപത്തിന്റെ വഴികളിൽ സഞ്ചരിക്കും. നമ്മുടെ ജീവൻ നഷ്ടമായിട്ട് തീരും. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകാതെ ഉണർന്നിരിക്കുക. പ്രാർത്ഥനയ്ക്ക് നാം ഉണർവുള്ളവരായിരിക്കുക, സുബോധമുള്ളവരായിരിക്കുക. പത്രോസ് പറയുന്നുണ്ടല്ലോ, ആകയാൽ എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളൊരു നിർമ്മതരുമായിരിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരാ ഗത്സമന തോട്ടത്തിൽ മയങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നാം ഉണർവില്ലാത്തവരാണെങ്കിൽ നാം പാപത്തിൽ വീണുപോകും. പത്രോസ് നമുക്ക് സംഭവിച്ചറിയാം. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങി, ഗൗരവം മനസ്സിലായില്ല. അതുകൊണ്ട് മഹാപുരോഹിതൻ ദാസനെ വെട്ടി. അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എത്ര വലിയ ദുരന്തത്തിലേക്കാണ് പോയത്. കർത്താവ് പത്രോസിനെ അത് മുൻകൂട്ടി അറിയിച്ചതാ. പത്രോസെ, നീ എന്നെ തള്ളിപ്പറയും. എന്തിനാ പറഞ്ഞത്? പത്രോസ് ഉണർവുള്ളവനായിരിക്കണം. താൻ ചെയ്യാൻ പോകുന്ന കർത്തവ്യത്തിന് ഒഴിഞ്ഞിരിക്കണം. അതിന് സാധിച്ചില്ല. ഉണർവില്ലാതെ ഇരിക്കരുത്. നമ്മുടെ കർത്താവ് വരുന്നത് കൊണ്ട് നാം ഉണർവുള്ളവരായിരിക്കണം. ആ ദീപം തെളിയിച്ച് കാത്തിരിക്കുക. നമ്മുടെ മണവാളൻ വരാൻ പോവുകയാണ്. ആ മണവാട്ടി സഭയാകുന്ന നാം മണവാളിന് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ആത്മമണവാളൻ നമ്മെ ചേർപ്പാൻ ആകാശമേഖലയിൽ വെളുക്കപ്പെടാൻ പോവുകയാണ്. ഉണർന്നിരിക്കുക. കാര്യങ്ങളെ മനസ്സിലാക്കുക. ചുറ്റുപാടുകൾ നോക്കുക. നിങ്ങൾ അത്തി തളിർക്കും നോക്കാൻ കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞത് ലോക സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, വളരെ ആഹ്ലാദകരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പുതിയ തീവ്രവാദ സംഘങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കോളർ ടെററിസം. വലിയ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരും ആളുകള്, ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ടെററിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം നീങ്ങുന്നു. അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധരായി എത്ര വിശുദ്ധിയും നിർമ്മലരും വിശുദ്ധ ജീവൻ നയിക്കണം. നിർമ്മലരായിട്ട് ജീവിക്കണം. നിഷ്കളങ്കരായിരിക്കണം. നമ്മൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിൽക്കുവാൻ കഴിയണം. ഉണർന്നിരിക്കണം. കർത്താവ് വേഗം വരാൻ പോവുകയാണ്. അതുപോലെ സുബോധമായിരിക്കുക. സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് എക്സസ്. എല്ലാ തരം നമ്മളെ സുബോധത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുക. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഗ്രഹിക്കുക. നമുക്കറിയാം, മദ്യപിക്കുന്നവരുടെ സുബോധം നഷ്ടപ്പെടുന്നു. അവരെ മദ്യത്തിൽ അനുഭവപ്പെടുകയാണ്. എന്നാൽ ആത്മാവ് നിറഞ്ഞ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നീതിഫലം നിറഞ്ഞവരായി തീരും. അങ്ങനെ തീരുവാൻ തക്കവണ്ണം സുബോധമുള്ളവരായിരിക്കുക. കാര്യങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കുക, ശരിയായിട്ട് പ്രവർത്തിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, സുബോധമുള്ളൊരു ജീവൻ നയിക്കാം. അതിനുവേണ്ടിയാണ് നമ്മളെ പകലിന്റെ മക്കളായും വെളിച്ചത്തിന്റെ മക്കളായും ആക്കിയിരിക്കുന്നത്. അക്കാര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കാത്തിരുന്ന എന്റെ രാജനെ, ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എന്റെ രാജനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവുടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവുടണഞ്ഞിടുമേ. ദൂതന്മാർ
ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.